അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാല് നമ്മളിപ്പോ ഉള്ളത് പാത്തുകുയി പാലത്തുമലാണ്. ഇവിടുന്ന് പറമ്പപ്പീട് വരെ നടക്കുക. എന്നിട്ട് എന്താ പറയാ അവിടെ പോയിട്ട് പൊറാട്ടി, നല്ല പൊറാട്ടി, ബീഫും പൊറാട്ടി അടിക്കാനുള്ള പ്ലാൻ. അപ്പൊ എന്താ വെച്ചാല് ഇന്നത്തെ മിഞ്ഞാത്ത ബീഫൊക്കെ അതിങ്ങനെ കറപ്പിച്ചിട്ട് അല്ലേ റാസിക്ക? അപ്പൊ അത് അടിക്കാനുള്ള പ്ലാനാണ്. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ജസ്റ്റ് അവിടെ നടന്നിട്ട് കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും. അല്ലാതെ നമ്മൾ വെറുതെ ഫുഡ് അടിക്കാൻ മാത്രമല്ല, ഡയറ്റിംഗ് ആണ്. ഇപ്പം ഭയങ്കര ഡയറ്റാണ്. ഇവര് ഉച്ചക്കൊക്കെ മന്തി അടിക്കും പെരക്കാരറിയാതെ. രാത്രി പോയിട്ട് പെണ്ണുങ്ങളോട് ചപ്പാത്തി മതി അറിയും. ഓലെ വിചാരം ഇപ്പൊ ഫുള്ള് ഡയറ്റാണ്. ഈ കാറ്റ് ഇങ്ങനെ കേറുമ്പോ തരാം ഓരോ ബീഫിന്റെ ഓരോ പീസിന്റെ എണ്ണം നടക്കാൻ പോവല്ല. ആ ദ്വീപ് നമ്മുടെ മലയാളികളുടെ വികാരാണ്. അപ്പോ അത് ഇനി ഏത് ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ബീഫ് ഒഴിവാക്കിയിട്ട് കളിക്കുന്നത്. പറമ്പിടി പറഞ്ഞ കുറച്ച് ദൂരൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പം പറയണേ. വെറുതെ പോയി ബീഫ് എന്നിട്ട് കാര്യമില്ലല്ലോ. വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ബീഫ് പറഞ്ഞാൽ ഫുള്ള് ഫാറ്റാണ്. അപ്പൊ അത് കരിക്കണമെങ്കിലേ ആദ്യം കഴിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നടക്കണം കേട്ടോ. വരുമ്പോ ഓട്ടോറിക്ഷ വിളിച്ചു തരാന്ന് എല്ലാവരും പറയുന്നത്. വരുമ്പോൾ നടക്കണം നമ്മൾ പ്ലാൻ അല്ലേ. അതാ പകുതി പോലും ആയിട്ടില്ല കേട്ടോ. സ്പീഡാക്കി സ്ലോ മോഷൻ ബിലാലിന്റെ ഷൂട്ടിംഗ് ഒന്നല്ല, സ്പീഡിൽ നടക്കാൻ നോക്കി. എന്തായാലും റാസിക്ക് ഉച്ച അതായത് ഇന്ന് ഫുള്ള് നമ്മളെന്നും ശരിക്കും വീക്കില് എല്ലാ ദിവസവും ഡേറ്റ് ആണ് അല്ലേ. ഇന്ന് ചീറ്റ് ഡേ ആണ്. സാറ്റർഡേ പറഞ്ഞാൽ നമ്മളെ ചീറ്റ് ഡേ ആണ്. ബീഫ് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ എന്താ വെച്ചാ ഇവനറിഞ്ഞാല് ഇവനെന്താന്ന് വെച്ചാല് പെണ്ണുങ്ങോട് പോയിട്ട് അവിടുന്ന് കറുപ്പിച്ച ബീഫ് ഉണ്ടാണ്ട് അതുകൊണ്ടാണ് അവനിങ്ങനെ അനങ്ങ കറുപ്പിച്ച ബീഫിന്റെ ആളാണ്. ഇവിടെ എത്തും. അതിൻ്റെ ഇടയിൽ ഓട്ടോറിക്ഷ വിളിക്കുക അങ്ങനത്തെ നിങ്ങൾ എടുത്തു. നമ്മളിപ്പോൾ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്താണ്ട് ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോയാണ്ട് ബീഫ് കഴിക്കണ ഇവിടെ ആ പരിപാടി ഇല്ല. നമ്മൾ ഫുള്ള് ജെന്യുവിനേക്കാൾ ഏകദേശം ഒരു 35% നമ്മൾ നടന്നപ്പോൾ ഇനിയിപ്പോൾ ഒരു കുറച്ചും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നമ്മളെ ലക്ഷ്യം ബീഫ് എത്ര പ്ലേറ്റ് വാങ്ങണം എന്നാണ്. ആദ്യം നമുക്ക് 2 പ്ലേറ്റ് വാങ്ങാം. കഴിക്കാൻ പോയിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായി. ബീഫ് പണ്ടാലി മാറിയണോ ഇതൊന്നും അറിയില്ല. പഴയമായിട്ട് ടേസ്റ്റ് ഉണ്ടോ. നമ്മളെന്തായാലും അവിടെ എത്തിയിട്ട് കുറച്ചും കൂടി നടക്കാണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ട് നമ്മൾ അറിയിക്കാം. ഇവൻ ദുബായിലെ ഫേമസ് ഷെഫാണ്. അപ്പോൾ ഓനാണ് അവിടെ ഉഷാറാണെന്ന് പറഞ്ഞത്. ബീഫ് അല്ലേ കറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓടിയും അതിൻ്റെതായ തരീക്കയിൽ ഉണ്ടാക്കണോ. ഇത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് കാര്യം. നമ്മളെന്തായാലും പോയിട്ട് അത് ഓന് പറ്റിയിട്ടില്ലെങ്കിൽ മൂപ്പര് അവന് പറഞ്ഞു കൊടുക്കും അല്ലെ എങ്ങനെ ഉണ്ടാക്കേണ്ടത്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. പക്ഷേ അപ്പോൾ ഫേമസ് ഷെഫാണ്. ബാക്കിൽ വരുന്ന ആള് ഏത് ഫുഡും കഴിച്ച് പരിചയമുള്ള ആളാണ്. അങ്ങനെ ബിസിനസ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട്. യാത്രയിൽ എല്ലാ കാര്യങ്ങളും നടക്കുവാണ്. ബിസിനസ്സും കോളിങ് അവൻ നല്ല കോളിങ് ഉള്ള ആളാണ്. ഷോർട്ട് കട്ട് ഒന്നും അടിക്കൂല. സ്ട്രൈറ്റ് റോഡ് കൂടെ ഏകദേശം പറമ്പിടയിൽ വരെ എത്താനായി. റാസിക്കാണൊന്നും പറയാത്ത. റാസിക്കേ എന്താ പറയാനുള്ളത്? എന്ത് ഓരോ നടത്ത ഫോൺ വിളിയാണ് കാര്യമായിട്ട്. ബിരിയാണി നടക്കൂല. പൈസ എന്താ ഉറക്ക ശരിക്കും റെഡി ആയില്ല. രാവിലെ എന്റെ ഫോൺ ഓഫാക്കിയാണ്ട് നിൽക്കുക. അതൊന്നും ഇവിടെ നടക്കൂല. നമ്മൾ ഇന്നലെ തീരുമാനിച്ചാണ് വെറുതെ നടക്കാൻ പോവാന്നുള്ളത്. പക്ഷെ ഓന് മാത്രം അങ്ങനെ ഒരു ഇളവ് കൊടുക്കൂല അല്ലേ. നമ്മൾ പിന്നെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. പക്ഷേ പോണ്ടേ 20-ാം തീയതി പോകും. അതാണ് ഓനവിടെ ദുബായിലെ റെസ്റ്റോറന്റുകളൊക്കെ കൂട്ടിയിട്ടാണ് ഓനെ കാണാനായിട്ട്. ഇത് റാഷിക്ക് ഇവരെ നമ്മൾ പരിചയപ്പെടുത്തിയില്ല. ഇവരെന്താ വെച്ചാല് നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു കോൺട്രാക്ടറാണ്. എല്ലാ നാഷണൽ ഹൈവേന്റെ കംപ്ലീറ്റ് വർക്ക് നമ്മളാണ്. അടുത്ത എങ്ങനെയാണ് അടുത്ത പ്ലാനിങ് വെച്ചാൽ നമ്മുടെ വയനാട് ചുരം അടിവാരത്തുനിന്നാണ് നമ്മൾ ചുരം തുടങ്ങിയത്. അപ്പോൾ അടിവാരത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്
നമ്മൾ ലക്കിടിയിലുണ്ടല്ലോ പോത്തുംകാലും നെയ്പ്പത്തിലും കിട്ടുന്ന കട. അപ്പോൾ അവിടെ പോയിട്ട് ഫസ്റ്റ് നമ്മൾ ചുരം നടന്ന് കയറുക. പിന്നെ നമ്മളെ സാഹിബിന് ആ 12 കിലോമീറ്റർ ചുരം ഓടി തീർക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് സാധിച്ചു കൊടുക്കട്ടെ. അതാണ് അടുത്തോണ്ട് ലക്ഷ്യം, 3ാമത്തെ ലക്ഷ്യം. ഇത് നമ്മൾ ആദ്യം ലക്കിടിയിൽ പോത്തുംകാലും നെയ്പ്പത്തിലും കഴിക്കണം. അത് ചുരം മൊത്തം അടിയിൽ വണ്ടി വെച്ചിട്ട് ചുരം മൊത്തം കയറിയിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ വരും അല്ലേ? അപ്പൊ എല്ലാവരും വീഡിയോ കാണണല്ലേ? നമ്മളിപ്പോൾ ചെറിയ റെസ്റ്റ് നമ്മളെ കൂടുതലുള്ളവർക്ക് ഒരു മുദ്രയ്ക്കുള്ള ഒരു ചെറിയൊരു ടെൻഡൻസി നമുക്ക് അത്രയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതിനേക്ക് പോകാനോടെ കയറിയിട്ടാണ്. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് ഇവിടെ ഇരിക്കുകയെന്നാണ് ചെറിയൊരു ഇത്. നമ്മൾ പുതിയ തുറന്ന പെട്രോൾ പമ്പാണ്. പമ്പിന്റെ പരസ്യം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്കൊന്നും ഓല് തരുന്നില്ലല്ലോ അവിടെ. അപ്പൊ നമ്മളുള്ളത് ഇപ്പൊ ഇവിടെ എന്താ പറയുക, അതിന്റെ ആവശ്യമില്ല. അതായത് ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഏകദേശം കാടപ്പടി എത്താനായിക്കണേ. പറഞ്ഞോ പമ്പ് എടുക്കണം പറട്ടെ പറഞ്ഞോ എന്തോ എന്തിനാ പമ്പ് എടുക്കണേ? ഇപ്പൊ ഈ കാടപ്പടി കൂടെ വരുന്ന ആൾ കാടപ്പടിനെ പറമ്പിലേക്ക് ഉള്ള റൂട്ടിൽ നമ്മളിപ്പോ ഒരു പമ്പ് തുറന്നു. കഴിഞ്ഞാൽ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട്. അല്ല, കാടപ്പടി അങ്ങാടി പമ്പ് ഉണ്ടല്ലോ, അവിടെ നല്ല അടിച്ചു പോകുന്നുണ്ട്. പുത്തൂരി പള്ളിസാർ 2 പമ്പില്ലേ? ഈ പമ്പിന്റെ പരസ്യത്തിന് ആവശ്യമില്ല. അല്ല അങ്ങനല്ല, ഇതിന്റെ പോവാൻ പെട്ടെന്ന് ചക്ക വരുന്നത് നമ്മളെ എണീക്കാണ്, നമ്മളെ ഇറങ്ങണേ. എന്താ പറഞ്ഞേ? ബാത്റൂമിന്റെ എന്താലേ ബാത്റൂമിന്റെ ചാവിയില്ലാന്ന് പറഞ്ഞേ? മനസ്സിലല്ലേ? ഇവരാണ് ആള്, തരില്ലാന്ന് പറഞ്ഞ ആളുമാരാണ്. ഇപ്പൊ എന്താ പറയാ, അല്ല കാടപ്പടി കഴിഞ്ഞ് ഒരു 2 കിലോമീറ്ററും കൂടി ഉണ്ടോ അല്ലേ? അതായത് നമ്മളെ ചെക്കന്മാർക്ക് ക്ഷീണമൊന്നുമില്ല. കാണും അങ്ങനെ പറഞ്ഞ പോയാ നമ്മളെ കാക്കട്ട അങ്ങാടിയിലെ അവസ്ഥ. നാടിന്റെ അവസ്ഥ 1 മണിക്കൂർ മഴ പെയ്തതാണ്. അപ്പൊ അതിന് നമ്മളെ ഭാരതപ്പുഴ വഹിക്കണാണ്. ആ വണ്ടിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ കേട്ടോ? ഇന്നലെ രാത്രി ഒരു 2 മണിക്കൂർ പെയ്ത മഴ. 2 മണിക്കൂർ പെയ്ത മഴന്റെ അവസ്ഥ. ഇത് നമ്മളെ കാക്കത്തറ, നമ്മളെ കാടപ്പടിന്ന് പറമ്പിൽപ്പടി പോണ റോഡ് കാക്കത്തറ. കുട്ടികളെ സ്കൂളിൽ പോണ യാത്രക്കാർ ഇതൊക്കെ ബുദ്ധിമുട്ടാവും. ഇതാണ് അവസ്ഥ അല്ലേ? നമ്മൾ പറമ്പിൽപ്പടി എത്തിയാണ്. ക്ഷീണമില്ല വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും ക്ഷീണം. അല്ലേ, നമ്മള് ഹോട്ടലിലെത്തിന് നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് ഓർഡർ ചെയ്തേക്കണ. ഇനി അത് എങ്ങനെയുണ്ടെന്ന് പറയാം അല്ലേ? എങ്ങനെയുണ്ട് നടന്നിട്ട്? എങ്ങനെയുണ്ട്? നമ്മള് പുത്തൂർപ്പള്ളിക്കൽ പാത്തുക്കുഴി പാലത്ത് വന്നല്ലേ? പാത്തുക്കുഴി പാലത്ത് വരെ വന്നിട്ട് അവിടെ നിന്നാണ് നേരെ ആ കയറ്റം കയറി അങ്ങനെ കാടപ്പടി പോയി നേരെ പറമ്പിപ്പടി അങ്ങോട്ട് എത്തി. ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് തന്നെ നടക്കണം. അല്ലാതെ ഓട്ടോറിക്ഷ വിളിച്ചൊന്നും ആരും കൂടെ പോകില്ല, എല്ലാവരും നടന്നു പോകുന്നു. ഫുഡ് കഴിച്ചിട്ട് നടന്നാൽ സെറ്റായും ചെയ്ത്. ഓക്കെ, ചലഞ്ച് ഇട്ട് നമ്മള് കാറ ഇട്ടില്ല, അതിനുള്ളൊരു വിഷമുണ്ട്. പക്ഷെ പൊറോട്ട കഴിച്ചിട്ടേ ഒരു സുഖം കിട്ടുന്നില്ല. 100 അടിക്കാം. പറയുമ്പോ പുഷപ്പ് അടിച്ചാലോ 5000 റുപ്യ അടിച്ചുട്ടോ. ഉറപ്പല്ലേ? 5000 എങ്ങനെ അടിക്കാൻ? അങ്ങനെ പൊന്തണം. അല്ലാതെ എങ്ങനെ ആ റൂളൊന്നും തെറ്റിക്കാൻ പാടില്ല. ആയില്ല നോക്കട്ടെ, ജാതി പുഷപ്പ് അടിക്കും നോക്കട്ടെ. അങ്ങനെ നോക്കട്ടെ, കളകളാ അറിയത്. അടിക്ക് പോട്ടെ, അടിക്ക് പോട്ടെ. ഇനി കാണോ ഇന്നത്തെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തിക്കണം. ഇപ്പോൾ ഇന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര നല്ല വെയിലായിപ്പോയി. ശരിക്കും ഒരു 6 മണിക്കൊക്കെ ഇറങ്ങേണ്ടിയിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവരും ഇങ്ങനെ വിളിച്ച് സെറ്റായപ്പോഴത്തേന് നല്ല ലേറ്റായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചൂടുണ്ടോ അതെയോ?
അപ്പം ഇനി എന്താ പറയുക, ഇനി ഇങ്ങനെ ഓരോ ദിവസം ഓരോ ഏരിയക്ക് തന്നെ നടക്കുക, അങ്ങനെ പ്ലാൻ ഉണ്ട്. ഓക്കെ എന്നാ ശരി.